ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന വീഡിയോ ഒരു ഫിഷ് കറി റെസിപ്പിയാണ്. ഞാൻ സാധാരണ ഇങ്ങനെയാണ് ഫിഷ് കറി വെക്കാറ്. ഫിഷ് കറി പല രീതിയിൽ നമുക്ക് വെക്കാം, എന്നാലും ഈ ഒരു രീതി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് മൺചട്ടി ചൂടാക്കാൻ വയ്ക്കാം. ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഗാർലിക്കും ജിഞ്ചറും സ്മോൾ ഒനിയനും ഒരു ടൊമാറ്റോയും ആവശ്യത്തിനുള്ള ഗ്രീൻ ചില്ലിയും കറി ലീഫും ഇത്രയും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയോ അരച്ചെടുക്കുകയോ ചെയ്യാം. ഇനി നമ്മൾ ചൂടായ ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അത് ചൂടായി വന്ന ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകും ഇട്ട് പൊട്ടി വന്ന ശേഷം നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നന്നായിട്ടൊന്ന് ചേർത്ത് ഇളക്കിയെടുക്കാം. ഈ അരപ്പിൻ്റെ പച്ചമണം നന്നായിട്ട് മാറുന്നിടം വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവുള്ള 2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി അതിലേക്ക് നേരത്തെ തന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കുടംപുളിയും അതിൻ്റെ വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഈ തിളച്ച ചാറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറി ലീഫും കൂടെ ചേർത്ത് കൊടുക്കുക. ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സാൽമൺ ഫിഷ് പീസസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് അടച്ചു വെച്ച് ഒരു 8 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഈ ഫിഷ് പീസസ് ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് വേവിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരി റബ്ബർ പോലെ ആയിരിക്കും. അതുകൊണ്ട് ഫിഷ് പീസസ് ഒരുപാട് വേവിക്കാതെ നോക്കിയെടുക്കുക. 8 മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി ഇത് ചോറിൻ്റെ കൂടെയോ കപ്പ വേവിച്ചതിൻ്റെ കൂടെയോ ചക്ക വേവിച്ചതിൻ്റെ കൂടെയോ ഒക്കെ അടിപൊളിയായിട്ട് കഴിക്കാം. ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കിക്കോളൂ. നല്ല ടേസ്റ്റായിരിക്കും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയാൻ മറക്കരുതേ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.